ഗ്രഹകലാചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 30/3/1988 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. മകമാണ് നക്ഷത്രം, മകം 2-ാം പാദം. വ്യാഴലഗ്നം, ലഗ്നത്തിൽ ശനി, 2-ൽ കുജൻ, 3-ൽ ബുധൻ, രാഹു, 4-ൽ സൂര്യൻ, 5-ൽ ഗുരു, 6-ൽ ശുക്രൻ, 7, 8 ഭാവങ്ങൾ ശൂന്യം, 9-ൽ ചന്ദ്രൻ, കേതു, 10-ൽ ഗുളികൻ, 11, 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. മകം പറന്ന മങ്കൻ എന്നൊക്കെ പറയുന്നത് പോലെ അതൊരു സിനിമാ വാചകമാണ്. വളരെയധികം മോശാവസ്ഥയിൽ കഴിയുന്ന, വ്യക്തിപരമായി വളരെയധികം മോശാവസ്ഥയിൽ കഴിയുന്ന, അല്ലെങ്കിൽ സ്വന്തമായി ജീവിതത്തിനൊരു അച്ചടക്കമില്ല എന്ന് പറയുന്നൊരവസ്ഥ കൊണ്ട് വളരെയധികം മോശാവസ്ഥയിൽ കഴിയുന്ന ഒരാളുടെ ഗ്രഹസ്ഥിതിയാണത്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവും കൃത്യമായി ഇതിലുണ്ട്. അതിലേക്ക് വന്നാൽ, ഇദ്ദേഹം വ്യാഴലഗ്നമാണ്. ധനു ലഗ്നം. ധനുവിനെ ഭരിക്കുന്നത് വ്യാഴം. വ്യാഴം 5-ൽ മേടത്തിൽ നിൽക്കുന്നു. ലഗ്നത്തിൽ ശനി. ലഗ്നത്തിൽ ശനി നിൽക്കുന്ന ആളുകൾക്ക് പൊതുവേ വ്യക്തിപരമായിട്ടുള്ള ഉയർച്ചകൾ, അതുപോലെ തന്നെ പോസിറ്റീവ്സ് ആയിട്ടുള്ള ലൈഫിലെ അനുഭവങ്ങളൊക്കെ വരാൻ അല്പം ഒരു കാലതാമസം. വരില്ല എന്നല്ല, തീർച്ചയായിട്ടും വരും. പക്ഷേ സമപ്രായക്കാരായിട്ടുള്ള ആളുകളെ അപേക്ഷിച്ച് അല്പം താമസം എടുക്കുന്നതായി കണ്ടുവരുന്നുണ്ട് പല ആളുകൾക്കും. ഇദ്ദേഹത്തിനും അത് അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് ഒന്നാമത്തെ കാര്യം, മദ്യത്തോട് വലിയ അഡിക്ഷൻ ഉള്ള ഒരാളാണ് ഇദ്ദേഹം. പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നതാണ്. അത് ഇദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗം മദ്യപാനം എന്ന് പറയുന്ന ഒരവസ്ഥയിലൂടെ, മോശം കൂട്ടുകെട്ടുകളിലൂടെ മാത്രം നടക്കുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. ആര് പറഞ്ഞാലും കേൾക്കില്ല. അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, സഹോദരനാവട്ടെ, അല്ലെങ്കിൽ അടുത്ത അല്പം കോമൺ സെൻസ് ഉള്ള സുഹൃത്തുക്കളായിക്കോട്ടെ, ഒരാൾ പറയുന്നതും കേൾക്കില്ല എന്ന് പറയുന്ന ഒരു വൈരാഗ്യബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന, ആരാണ് എന്നോട് പറയാൻ, അല്ലെങ്കിൽ ആരാണ് എന്നോട് ആജ്ഞാപിക്കാൻ എന്ന് പറയുന്ന ഒരു ചിന്ത. അതായത് ലഗ്നാൽ 5-ൻ്റെ, അതായത് മനസ്സിൻ്റെ സ്ഥാനാധിപനായിട്ടുള്ള ഗ്രഹം കുജനാണ് 2-ൽ മകരത്തിൽ ബലവാനായി നിൽക്കുന്നു. അപ്പോൾ അത്തരക്കാർക്ക് പൊതുവേ ആരെയും വകവയ്ക്കില്ല. അവരെന്ത് തീരുമാനിക്കുന്നു അത് തന്നെ മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് അവർ വാദിച്ചു കൊണ്ടേയിരിക്കും. അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ അത് നല്ലതാണ് ജീവിതത്തിൽ, അതുകൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവൂ. പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിതം തകരും, അല്ലെങ്കിൽ കുത്തഴിയും. ഇത് കുത്തഴിഞ്ഞ ഒരു ജീവിതത്തിന് ഉടമ കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹം ചന്ദ്രൻ. ഏതൊരു ഗ്രഹനിലയിലും അതങ്ങനെ തന്നെ, മാതാവിൻ്റെയും കൂടെ കാരകനാണ് ചന്ദ്രൻ. കേതുവിനോടൊപ്പമാണ് ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ നിൽക്കുന്നത്. അവിടേക്ക് രാഹുവിന് ദൃഷ്ടിയുണ്ട് സ്വാഭാവികമായിട്ടും. അതുപോലെ തന്നെ 10-ലെ ഗുളികൻ നിൽക്കുന്ന രാശിയിൽ നിന്നും 2-ലേക്കും 12-ലേക്കും ദൃഷ്ടി ചെയ്യുമ്പോൾ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രനിലേക്ക്, അല്ലെങ്കിൽ ആ ചന്ദ്രൻ നിൽക്കുന്ന സ്ഥാനത്തേക്ക് ഗുളികന് ദൃഷ്ടി വരുന്നു. ഇതെല്ലാം കൂടി ആവുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ മോശമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കും. ഇത് മനഃപൂർവ്വം ഞാൻ എല്ലാവരെയും ഇറിറ്റേറ്റ് ചെയ്യും, അല്ലെങ്കിൽ മനഃപൂർവ്വം ഞാൻ എല്ലാവരെയും ദ്രോഹിക്കുമെന്ന് പറഞ്ഞ് വ്രതമെടുത്ത് നടക്കുന്ന ഒരാളൊന്നും അല്ല. ഓട്ടോമാറ്റിക്കലി അയാൾ ചെയ്യുന്ന പ്രവർത്തികൾ, അയാളുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവർത്തികൾ അങ്ങനെയായി മാറുന്നതാണ്. ഇതാണ് അതിൻ്റെ പ്രധാന കാരണം. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ ഇത്തരം ഗ്രഹസ്ഥിതിയുള്ള ആളുകൾക്ക് ഇത്തരമൊരവസ്ഥ, മോശാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതം, അതായത് ലഗ്നാൽ 7-ൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ നിൽക്കുന്നത് രാഹുവിനോടൊപ്പമാണ് 3-ൽ. ബുധനോടൊപ്പം വേറെ ഏത് ഗ്രഹത്തോടൊപ്പം രാഹു കേതു നിന്നാൽ തന്നെ ബുധനോടൊപ്പം രാഹു അല്ലെങ്കിൽ കേതു ഗുളികനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അറിവിനെ, നമ്മളുടെ ചിന്താശേഷിയെ അത് ഗുരുതരമായി ബാധിക്കുന്നതായി പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട്. ഇദ്ദേഹം ചെയ്യുന്നത് മുഴുവൻ വിവരശൂന്യതകൾ മാത്രമാണ്. അതായത് ഏതൊരു ഗ്രഹനിലയിലും ചിന്തിക്കേണ്ടുന്ന, അല്ലെങ്കിൽ ബുദ്ധി, അല്ലെങ്കിൽ ഓർമ്മ എന്നൊക്കെ പറയുന്ന ഒരു അധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. അതിനോടൊപ്പം ഈ രാഹു നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന വിവരശൂന്യമായിട്ടുള്ള ചിന്തകളുണ്ടാകും, വാക്കുകളുണ്ടാകും, പ്രവർത്തികളുണ്ടാകും, മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യും, ദ്രോഹിക്കും, ഈഗോ കൂടും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഗ്രഹനിലയിൽ അച്ചട്ടായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ, ഇദ്ദേഹം ഫിസിയോതെറാപ്പിയൊക്കെ പഠിച്ച് ഇട്ടൊക്കെ നിൽക്കുന്ന, അതുമായി ബന്ധപ്പെട്ടുള്ള ജോലികളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. ആ ജോലിക്കുമുണ്ട് പ്രശ്നം.
അതായത് വിവാഹ സംബന്ധമായി പ്രശ്നമുണ്ട്. അതായത് ബുധൻ 7ാം ഭാവാധിപൻ രാഹുവിനോടൊപ്പം നിൽക്കുന്നു. വലിയ നെഗറ്റീവ് തന്നെയാണ്. അടിപിടി, അക്രമം, അടിച്ച് ചോര വരുത്തുക, മൂക്ക് പൊട്ടിക്കുക, ഇങ്ങനെയുള്ള കലാപരിപാടികളെല്ലാം സ്ഥിരം ചെയ്യുന്നത് തന്നെയാണ്. അങ്ങനെ ആടി ഉലഞ്ഞിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള, വളരെ പാവമായിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹത്തിൻ്റെ വൈഫ് വധുവിൻ്റെ സ്ഥാനത്ത് വന്നിട്ടുള്ളത്. അവരായതുകൊണ്ട് ഇത്രയും കാലമൊക്കെ പിടിച്ചു നിന്ന് പോകുന്നു. പക്ഷേ എത്ര കാലം പിടിച്ചു നിന്ന് പോകുമെന്നൊന്നും ഇതിൽ ഗ്യാരണ്ടി ഒന്നും പറയാൻ കഴിയില്ല. കാര്യം ഇദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ വളരെ മോശമാണ്. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അദ്ദേഹം മദ്യപിച്ചില്ല എങ്കിൽ വളരെ സൈലൻ്റായി, 5ൽ വ്യാഴമുണ്ട്, വളരെ സൈലൻ്റായി അദ്ദേഹം വീട്ടിലുണ്ടോ എന്ന് പോലും മറ്റുള്ളവർക്ക് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ മദ്യം എന്ന് പറയുന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഡ്വൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയില്ലേ, 2 ക്യാരക്ടർ എന്ന് പറയുന്നൊരവസ്ഥയാണ് ഇദ്ദേഹം ചെയ്തു കൂട്ടാറുള്ളത്. ഇദ്ദേഹത്തിൻ്റെ തൊഴിലിലേക്ക് വന്നു കഴിഞ്ഞാൽ 10ൽ ഗുളികൻ. ഇത്തരക്കാർക്ക് സ്ഥിര ജോലി ഉണ്ടാവില്ല. ഒരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, അയാളുടേതായ കാരണങ്ങൾ കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ആ ജോലിയിൽ നിന്ന് വിട്ടുമാറേണ്ടതായി വരികയും കുറച്ചു കാലം ജോലിയൊന്നുമില്ലാതെ ഒരു അനിശ്ചിതാവസ്ഥ, അതിനുശേഷം വീണ്ടും എവിടെയെങ്കിലും ഒരു ജോലി, അവിടെയും ഇതുപോലെ തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റെന്തെങ്കിലും ഭാവങ്ങൾ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ജോലിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. 10ൽ ഗുളികനുള്ള, ഞാൻ നേരത്തെയും വീഡിയോ ചെയ്തിട്ടുണ്ട്, 10ൽ ഗുളികൻ നിൽക്കുന്ന ആളുകൾക്ക് പൊതുവേ കണ്ടുവരുന്ന ഒരു തൊഴിലിൻ്റെ ഒരവസ്ഥ കൂടിയാണ് അത്. നെഗറ്റീവ് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന ഈഗോ വർക്കാവും, വീണ്ടും ചിന്ത മധ്യത്തിലേക്ക് വരും. ഈ ജാതകം വച്ചുള്ള കാര്യമാണ് പറയുന്നത്, ഈ ഗ്രഹനില വച്ചുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവിടെയും പ്രശ്നങ്ങളുണ്ടാകും. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ദശകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കേതു ദശയിലായിരുന്നു ജനനം. മകമാണ് നക്ഷത്രം. കേതു ദശയിലായിരുന്നു ജനനം. 91 വരെ കേതുവായിരുന്നു. അതിനുശേഷം 2011 വരെ 20 കൊല്ലക്കാലം ശുക്രൻ. അതിനുശേഷം 2017 വരെ സൂര്യദശ രവി. അതിനുശേഷം ചന്ദ്രൻ 10 കൊല്ലം, ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്ന ദശ 2027 വരെ. അതിനുശേഷം കുജൻ 7 കൊല്ലം 2034 വരെ. അതിനുശേഷം രാഹു 18 കൊല്ലം. അതിനുശേഷം ഗുരു, ശനി എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശ ചന്ദ്രൻ. ചന്ദ്രനിൽ എന്തിൻ്റെ അപഹാരമാണ്? ബുധൻ്റെ അപഹാരം. ബുധൻ്റെ അവസ്ഥ എന്താണ്? 7ാം ഭാവാധിപൻ, വിവാഹസ്ഥാനത്തിന് അധിപനായിട്ടുള്ള ബുധൻ രാഹുവിനോടൊപ്പം നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് വധു എന്ന് പറയുന്ന അവസ്ഥയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ഞാൻ അറിഞ്ഞ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഭാര്യയുടെ വീട്ടിൽ കൊണ്ടു നിർത്താനായിട്ടുള്ള ചിന്തകളിലുമായിരുന്നു അത് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടിപിടി അക്രമം തന്നെയാണ് പ്രധാന കാരണമെന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ സഹിക്കുക അല്പം പ്രയാസമാണ്. വീട്ടുകാരെ സംബന്ധിച്ചും അച്ഛനോടായാലും അമ്മയോടായാലും സഹോദരനോടായാലും ഭാര്യയോടായാലും ഇയാൾ നിൽക്കുന്നത് ഒരേ രൂപത്തിലുള്ള മോശാവസ്ഥയിലാണ് എന്ന് പറയുമ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ ക്യാരക്ടർ എന്തായിരിക്കും, അയാളുടെ ചിന്താരീതികൾ എന്തായിരിക്കും. പക്ഷേ ഇദ്ദേഹത്തിന് അയാളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രണത്തിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥ കൃത്യമായി ഇവിടെ വർക്കൗട്ട് ആവുന്നുണ്ട്. അതാണ് ഇതിൻ്റെ എല്ലാം മൂല കാരണം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് ഈ രാഹു ദശയൊക്കെ വരുന്ന സമയത്ത് അല്പസ്വല്പം ശ്രദ്ധിക്കണം. അതായത് 3ലാണ് രാഹു നിൽക്കുന്നത് എന്നിരുന്നാൽ തന്നെ 3, 6, 8, 11 ഭാവങ്ങളിൽ രാഹു അത്ര വലിയ ദോഷകാരകനല്ല എന്ന് പറയുമ്പോഴും ഇദ്ദേഹം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹം ലൈഫിൽ തന്നെ ഫേസ് ചെയ്തിട്ടുള്ളതിൻ്റെ മാക്സിമം ഒക്കെ ഫേസ് ചെയ്യാനുള്ള സാധ്യതയുള്ള ഒരു ജാതകൻ കൂടിയാണ് ഇദ്ദേഹം. ഇപ്പോഴത്തെ അപഹാരം 13/10/2023 തൊട്ട് 13/3/2025 വരെ ചന്ദ്രനിൽ ബുധൻ്റെ അപഹാരമാണ്. അവിടെയാണ് ഈ പറയുന്ന ഭാര്യയുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് പരമാവധി കൂടിയിട്ടുള്ളതും രണ്ടുപേരും തത്വത്തിൽ ഒന്നാണെങ്കിലും രണ്ടാണ് എന്നുള്ളൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നതും. അതിനുശേഷം വരുന്ന ചന്ദ്രദശ എങ്ങനെയുള്ള ചന്ദ്രനാണ്? കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടിയുള്ള, ഗുളികൻ്റെ ദൃഷ്ടിയുള്ള ചന്ദ്രൻ, അതിൻ്റെ ദശയാണ്. അതായത് പൂണ്ട് വിളയാടുക എന്നൊക്കെ പറയില്ലേ, അതാണ് അക്ഷരാർത്ഥത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു പേഴ്സണാണ് ഇദ്ദേഹം. വളരെ നെഗറ്റീവായിട്ടുള്ള ജീവിതാവസ്ഥകളിലാണ് ഇദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം മറ്റാരുമല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം ചിന്തകൾ മാത്രമാണ്, പ്രവൃത്തികൾ മാത്രമാണ്. അതുപോലെ തന്നെ ചന്ദ്രനിൽ കേതു. ചന്ദ്രനിൽ 9ൽ നിൽക്കുന്ന ചന്ദ്രനും 9ൽ തന്നെ നിൽക്കുന്ന കേതുവും വളരെ വളരെ മോശമായിട്ടുള്ള ഒരു കാലത്തെയാണ് ഇദ്ദേഹം ഇനി അതിജീവിക്കാനുള്ളത്. അതായത് കുറച്ച് മാസങ്ങളാണ്. 13/3/2025 തൊട്ട് 12/10/2025 വരെയുള്ള കാലഘട്ടം. വളരെയധികം ശ്രദ്ധിച്ചു പോയില്ല എങ്കിൽ വളരെ മോശകരമായിട്ടുള്ള കാര്യങ്ങളെ ഇദ്ദേഹം ഫേസ് ചെയ്യേണ്ടതായി വരുമെന്ന കാര്യത്തിൽ തർക്കങ്ങളില്ല. ചന്ദ്രനിൽ കേതു നിൽക്കുന്നു, അതല്പം മോശമായിട്ട് പല ആളുകൾക്കും കാണാറുണ്ട്. അത് അങ്ങനെ അങ്ങ് പോകും. പക്ഷേ ഇതങ്ങനെയല്ല. അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്, അതുപോലെ തന്നെ ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്. അങ്ങേയറ്റം മോശമായിട്ടുള്ളൊരു മാനസികാവസ്ഥയുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം.
ഇതാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. കൺസൾട്ടിങ് ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.